വെറൈറ്റി ഷൂസ് ആണല്ലോ ഇത്. പുതിയതാണല്ലേ? എന്നാ വേഗം എടുത്ത് കാലിലിട്ടോ, ഇല്ലെങ്കിൽ ഇവിടുത്തെ തണുപ്പിന് ആള് ബ്ലാൻ ആകും. ഇട്ടോ. എന്തെങ്ങനെ നോക്കിയിരിക്കുന്നേ? ധൈര്യമായിട്ട് കടന്നു വരണം. ഹലോ, ഇങ്ങോട്ട് പ്ലീസ്. ഓക്കെ, കുടിക്കാൻ ടീ, കോഫി, ജ്യൂസ്, കോല, ഹോട്ട് ചോക്ലേറ്റ്, ഐസ്ക്രീം. ഓ സോറി, ബ്ലാക്ക് ടീ വിത്ത് ലെമൺ ആണല്ലോ താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രിങ്ക് അല്ലേ? ഗിവ് മി എ മൊമെന്റ്, ഇപ്പൊ റെഡിയാക്കാം. എന്താ ഇങ്ങനെ പണ്ട് ആരോ പറഞ്ഞ പോലെ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ നോക്കിയിരിക്കുന്നത്? കവിത പാടിയത് ഞാനാ. നമ്മുടെ ഹസ്ബൻഡിന്റെ ബെസ്റ്റ് ഫ്രണ്ട് വിജയകൃഷ്ണൻ എന്നൊരു പാർട്ടി എഴുതിയതാ. എങ്ങനെയുണ്ട്? കൊള്ളാം. കവിത ആവറേജ് ആണ്, പക്ഷെ എന്റെ സ്വീറ്റ് വോയിസിൽ കേൾക്കാൻ സുന്ദരമായിരിക്കുന്നു അല്ലേ? ഇത് മഹേഷ് മേനോന്റെ. മഹേഷ് മേനോൻ? എന്താണ് മഹേഷ് മേനോൻ? ഓ മൈ ഹസ്ബൻഡ്, മൈ ഓൺലി ഹസ്ബൻഡ്. ഇപ്പൊ ഫോൺ ചെയ്യാട്ടോ. ഹലോ ഹലോ സാറേ, ഞാനാ. എന്താടാ മോളെ? വൺ പ്ലസന്റ് സർപ്രൈസ്. സാറിന്റെ ഡിയറസ്റ്റ് ഫ്രണ്ട് എത്തി. ആര്? The great singer and poet Mr. Vijay Krishnan. വിജയനോ? അവൻ എപ്പോ എത്തി? ഒരു 12 മിനിറ്റായി. അവനിപ്പോ എന്തെടുക്കുന്നു? ആള് ഇവിടെ അടുത്തിരിപ്പുണ്ട്. ഇവിടെ ഇരുന്നോണ്ട് കിൻഡർ ഗാർഡൻ കൊച്ചിന് 1ാം പാഠം കിട്ടിയതുപോലെ ഷോക്ഡ് ആയിരിക്കുക. ഇപ്പൊ ഒന്ന് ഞെട്ടിട്ടോ. അയ്യോ എന്റെ പൊന്നുമോളെ, നീ അവനെ വരട്ടല്ലോ കേട്ടോ. ആളൊരു പാവത്താനാ. ഞാൻ വരാൻ ഇത്തിരി ലേറ്റ് ആവും. പിന്നെ ഞാൻ വരുന്നവരെ അവന് ബോറടിക്കാതെ നീ നോക്കണം. ഓക്കെ? അതെല്ലാം ഞാൻ ഏറ്റുവിടാം. ഓക്കെ ഓക്കെ. എന്റെ ഈ കോലും വാചകവും ഒന്നും കേട്ട് പേടിക്കണ്ട കേട്ടോ. ഇതൊക്കെ മഹിയുടെയാ. ഈ ഞാനും. ഐ എം വീണ മഹേഷ്. ഹായ്. വിജയനെ കുറിച്ച് മഹി പറയാത്ത ഒറ്റ ദിവസം പോലും ഇല്ല. കഴിഞ്ഞ 4 കൊല്ലമായിട്ട് ഞാൻ കേട്ടോണ്ടിരിക്കുക. അതുകൊണ്ട് കണ്ടപ്പോഴേ എനിക്ക് ആളെ പിടികിട്ടി. പിന്നെ യാതൊരു ഇൻഫർമേഷനും ഇല്ലാതെ വന്നോണ്ടാണ് ഞാൻ ഇത്തിരി ജാട ഇറക്കിയത്. ഒന്നും വിചാരിക്കരുതേ. വിചാരിക്കില്ലല്ലോ, ഇതെന്റെ ഒരു സ്റ്റൈലാ. അയ്യോ, മഹി വരാൻ ഇത്തിരി ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. അതുവരെ ബോർ അടിക്കാതെ നോക്കിക്കൊള്ളുന്ന പുള്ളിയുടെ ഓർഡേഴ്സ്. ഞാൻ വർക്ക്ഷോപ്പിൽ ഇത്തിരി പണിയായിട്ടിരിക്കുമ്പോഴാ കോളിംഗ് ബെല്ലിന്റെ ഡിങ് ഡോങ്. 2 മിനിറ്റിന്റെ ജോലിയോടെ ബാക്കിയുണ്ട്. വർക്ക്ഷോപ്പ്? അവിടെ നോക്ക്, അവിടെ നോക്കൂ. വായിക്കേ. മൈ വർക്ക്ഷോപ്പ്. യെസ്, മൈ വർക്ക്ഷോപ്പ്. അവിടെ കട്ട് ചെയ്ത് മിക്സ് ചെയ്ത് ഓയിലും ബോയിലും ഒക്കെ ചെയ്ത് അസംബിൾ ചെയ്യുന്ന പ്രോഡക്ട്സ് ഇവിടെ ചെലവാക്കും. അവിടെയല്ലോ ഇവിടെ. വായിക്കേ. സർവൈവൽ ഹാൾ. കറക്റ്റ്. ഇതുപോലുള്ള ബോർഡ് എല്ലാ മുറിയിലുണ്ട്. വാ കാണിച്ചുതരാം. അല്ല, ഞാനൊരു കത്തിയാണെന്ന് തോന്നുന്നുണ്ടോ? അയ്യോ അങ്ങനൊന്നുമില്ല. ഗുഡ് ഗുഡ്. വിജയനാണ് ഞാൻ കത്തിയല്ലാന്ന് ആദ്യമായിട്ട് പറയുന്ന ആള്. കമോൺ കമോൺ. ദിസ് ഈസ് a drawing room. പക്ഷെ ഞങ്ങൾ കൊടുത്തിരിക്കുന്ന പേര് കിൻഡർ ഗാർഡൻ. ഞങ്ങള് പിള്ളേരല്ലേ, അതുകൊണ്ട് വെച്ചതാ. ഓക്കെ, ഇനി ഇതങ്ങടുത്ത് മാറ്റിയേക്കാം. ഒരു ഗ്രേറ്റ് മാൻ എത്തിരിക്കല്ലേ. കം, ഇനിയുണ്ട്. ബോർഡ്സ് വെച്ചില്ലെങ്കിലേ വലിയ പ്രശ്നം. നമ്മുടെ മഹേഷ് സാറിന് ഭയങ്കര മറവിയാ. വെരി ആബ്സെന്റ് മൈൻഡഡ് ഓൾസോ. ബെഡ്റൂം എന്നും പറഞ്ഞ് ബാത്റൂമിൽ കയറും, ബാത്റൂം എന്നും പറഞ്ഞ് കിച്ചണിൽ കയറും. ഇങ്ങനെ മറന്ന് 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 ഒരു ദിവസം ഈ വീട് തന്നെ മറന്ന് അടുത്ത വീട്ടിൽ ചെന്ന് കയറി. അതെ, മണിയൊക്കെ പിന്നടിക്കുന്നത് കേറി വാ. ഇത് ഡാർക്ക് റൂം. മഹേഷിന്റെ ഫോട്ടോഗ്രാഫി വലിയ ക്രൈസാ. എല്ലാം സ്വന്തമായിട്ട് ചെയ്യും. എന്നെയും പഠിപ്പിച്ചു. ഡെവലപ്പിംഗും പ്രിന്റിങ്ങും ഒക്കെ ചെയ്യാൻ. ഇത് ഞങ്ങളുടെ ബെഡ്റൂം. നല്ല പേരല്ലേ? എന്റെ ഐഡിയ ആണ് കേട്ടോ. നടക്ക്. കം ഓൺ. ഇനി ഞാൻ ഒരു സ്പെഷ്യൽ റൂം കാണിച്ചു തരാം. ഇനി ഇത് തുറക്ക.
പിന്നെ ഈ മുറി മാത്രം ഇത് എങ്ങനെ? എങ്ങനെ? അല്ല, മറ്റു മുറികൾ പോലെ അലങ്കാരങ്ങളൊന്നും? യാ, എനിക്കറിയായിരുന്നു ഇത് ചോദിക്കുന്നു. പറയാം. ചിരിക്കോ? ഏ ചിരിക്കോ? ഇല്ല. റമസ്? ആ, ഓക്കേ. കാലത്ത് 7:30ക്ക് മഹി ജോലിക്ക് പോകും. ഒരു 10 മണിയാകുമ്പോഴേക്കും എന്റെ കുക്കിങ്ങും വാഷിങ്ങും ഒക്കെ കഴിയും. പിന്നെ ബോറടിച്ചു തുടങ്ങും. അപ്പൊ ഞാൻ ഈ മുറിയിലേക്ക് ഇങ്ങനെ വരും. മെല്ലെ ഈ കസേരയിലിരിക്കും. എന്നിട്ട് ആ ചുവരിലേക്ക് നോക്കും. അവിടെ എന്റെ മഹിയെ ഞാൻ കാണും. That was really fun. Yeah, great. Okay, okay, okay. Yes. Thank you. So how's the ride? Nice. This is for you. Thank you. ഡാ, കണ്ട പെമ്പിളരോട് ഒന്നും വാങ്ങി കഴിക്കരുതെന്ന് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാ. No, thank you. You know, I'm Okay. dieting. Bye. You know, മോളെ. ഗുഡ് ബോയ്. കണ്ടോ, ചിരിക്കില്ലെന്ന് പറഞ്ഞിട്ട്. ഇതാ എനിക്ക് ഇഷ്ടമല്ലാത്ത. ചിരിക്കില്ലെന്ന് എനിക്ക് പ്രോമിസ് തന്നല്ലേ. അയ്യോ, അങ്ങനെ കളിയാക്കി ചിരിച്ചതല്ല. പിന്നെ സങ്കല്പത്തിലെ 7 വർണ്ണങ്ങൾ കൊണ്ട് സ്നേഹത്തിന്റെ ഒരു മഴവില്ല് സൃഷ്ടിച്ച് അതിൽ ആത്മാവ് ആത്മാവോട് ലയിക്കുന്നത് ഭ്രമാത്മകമാണ്. ഈ ഒരു കോൺസെപ്റ്റ്. നിർത്ത്. എന്താ പറഞ്ഞേ? അല്ല, അത് സങ്കല്പങ്ങളുടെ 7 വർണ്ണങ്ങൾ കൊണ്ട്. മലയാളം അറിയില്ലേ? അറിയാം. എന്നാലേ അത് പറഞ്ഞാ മതി. അപ്പൊ പറയാം. അത് ഞാൻ പിന്നെ ആ പോട്ട്, അതൊക്കെ പിന്നെ പറഞ്ഞാ മതി. യാത്രാക്ഷീണം കാണുമല്ലേ? കുളിക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ അല്ലേ? ആ, എന്നെ കുളിച്ച് ഫ്രഷ് ആയിക്കോട്ടോ.